ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ എനിക്ക് സുഖമാണ്. കുറേ ദിവസം ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ഇവിടെ ഒരു കാര്യമുണ്ട്. അസറായാലുണ്ടല്ലോ, അസർക്കിന് ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഇവിടുത്തെ ഉമ്മ എന്താട്ടുന്നു, ഉമ്മക്ക് അറബി നാടകമുണ്ട്. നാടകം എന്ന് പറഞ്ഞാൽ പിന്നെ ഡ്രാമ സീരിയൽ, നമ്മളെ നാട്ടിലത്തെ സീരിയൽ ഇട്ടോഞ്ചോ ആങ്ങൾക്കൊരു കുട്ടി ഉണ്ടായി, അമ്മായി സീരിയലിൻ്റെ അഡിക്റ്റാന്ന് പറഞ്ഞ് എപ്പോഴും കളിയാക്കട്ടെ. നമ്മളൊന്ന് ടി വി തുറന്ന ഒരു സീരിയലിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം കണ്ടാട്ടോ. അപ്പോൾ ഇവിടെ കാരണം ഇവിടുത്തെ സീരിയലിലാണ് കുറ്റം ഉണ്ടാവില്ല കേട്ടോ. കാരണം അറബിയിലല്ല, അറബിയിൽ നമുക്ക് എന്തും ചെയ്യാമല്ലോ, അതിൽ കുറ്റമല്ലല്ലോ അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഉമ്മ സീരിയൽ ഇങ്ങനെ കാണണം കേട്ടോ. അപ്പോൾ എന്നെ വിളിക്കും. ചിലപ്പോൾ ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറും കേട്ടോ. പക്ഷേ കാണാതെ കണ്ണ് പെടുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കും. പക്ഷെ ചില ടൈമിൽ വന്ന് വിളിച്ചുമ്പോൾ പിന്നെ പോകാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ എന്തായിട്ടെന്നറിയോ, ഇഞ്ഞടുത്ത് പിടിച്ചിരുത്തിയിട്ട് പിന്നെ സീരിയലത്തെ കഥകൾ പറഞ്ഞുതരും എന്ന് പറഞ്ഞാൽ അത് അതിൽ നടക്കണതൊക്കെ എന്നോട് ഇങ്ങനെ പറയും. എനിക്ക് മനസ്സിലാവണില്ലല്ലോ, പക്ഷെ അതും അറബി, ഉമ്മ പറയണതും അറബി. അപ്പോൾ രണ്ടും ഒരേപോലെ അല്ലേ, എനിക്ക് മനസ്സിലാവില്ലല്ലോ. അതിൽ ഫുള്ള് കഴിഞ്ഞ എന്നോട് കജ്ജണ വരെ ഇങ്ങനെ കഥ പറഞ്ഞു തരും കേട്ടോ. അപ്പം ഞാൻ കുറേ ആന്നും പറയും, കുറേ ചെറിച്ചും ചീച്ചു, അല്ലാതെ ഇപ്പം നമ്മൾക്ക് ഒരു വഴിയില്ലല്ലോ. ഞാൻ എന്താ അതിനോട് മലയാളം പറയാം. പിന്നെ ഇവിടുത്തെ മരുമക്കളാണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറഞ്ഞൊപ്പിച്ച, പക്ഷേ ഇതിനതൊന്നും അറിയില്ല. നമ്മളൊരു ഇംഗ്ലീഷ് വാക്ക് അതിനറിയില്ലല്ലോ, ഈ വെറും അറബി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും പിന്നെ ഞാൻ ചിരിച്ചും, ഈ 3 ആക്ഷനും ചെറുത്തുനിന്ന് വരുള്ളൂ കേട്ടോ. അത് കജൂളത്തെ കഥ ഇങ്ങനെ പറഞ്ഞു തരും. എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വർത്താനുണ്ട്, മക്കളെ റൈഹാന മാഫി മാലൂന്ന്. അപ്പം അതിനറിയാം റൈഹാനക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് അതിനറിയാം. അറിയിട്ടല്ല, പക്ഷെ അതിന് ആരോടെങ്കിലും ഒന്ന് പറയണ്ടെന്നുള്ള രീതിയിൽ എന്നോട് പറയണത്. പക്ഷെ ഞാനതൊക്കെ ഇങ്ങനെ കേട്ട് മനസ്സിലായി എന്നുള്ള ഭാവത്തിൽ ഞാൻ ഇരിക്കും. ലാസ്റ്റ് അതിൻ്റെ വർത്താനം കേട്ടണ്ടല്ലോ, അപ്പോഴാണ് ഞാൻ അത്രയ്ക്ക് വലിയ പൊട്ടത്തിന്ന് വെച്ചാൽ അപ്പോഴാണ് ഞാനും ഇച്ചും മനസ്സിലാക്കുള്ളൂ. കാരണം അതിനറിയിച്ചാൽ മനസ്സിലായിട്ടില്ല എന്ന്. അങ്ങനത്തെയൊക്കെയാണ് ഇവിടുത്തെ കഥകൾ മക്കളെ. ഓരോരോ കഥകളുണ്ട്, കുറേ ഇതുപോലത്തെ കഥകളുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഫുള്ളും പറയണില്ല, നിങ്ങൾക്കൊക്കെ ബോറടിച്ചെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതിനിപ്പോൾ ഇത് ഫുള്ളും പറഞ്ഞു തരും ഞാൻ. അപ്പോൾ ഇവിടുത്തെ കഥ പറഞ്ഞാൽ അസർക്ക് ശേഷമുള്ള പരിപാടി അതാണ്. പിന്നെ ഞങ്ങൾ രണ്ടാളും ഒറ്റക്കായാലും അയക്കാറ വലിയ വിറ്റാണ്. അത് തക്കാളി അറിയുമ്പോൾ ഞാൻ പിന്നെ പച്ചമുളക് എടുത്ത് കൊടുക്കും, അങ്ങനത്തെയൊക്കെ സംഭവം. അത് വേറെ വിറ്റിട്ട് അത് അടുക്കളയിൽ ഞങ്ങൾ രണ്ടാളും ഒറ്റക്കാവുമ്പോൾ അത് അയക്കാറ് വലിയ രസമാണ്. എന്നിട്ട് അതും ചെരുന്ന് വാങ്ങിയിട്ട് ഞാനെടുത്തോടെ തന്നെ കൊണ്ടുപോയി വെച്ചിട്ട് അത് അതിനാവശ്യമുള്ള സാധനം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കും. അല്ല അപ്പം എന്താ കാട്ടണില്ലേ. അങ്ങനെയൊക്കെ ഞങ്ങൾ രണ്ടാളും ഇവിടെ ഒരു ദിവസം ഞങ്ങൾ രണ്ടാളും ആയാലൊരവസ്ഥ ആലോചിച്ചാൽ വെച്ചട്ടോ. അതിനറിയാം, അറിയില്ല, ഒന്നും മനസ്സിലായിട്ടില്ല എന്നല്ലോ, എന്ത് പറഞ്ഞാലും മനസ്സിലായിട്ടില്ല എന്നറിയാം. എന്നാലും അത് ഇങ്ങോട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അതിനൊരു സമാധാനം, അതിൻ്റെ വർത്താനം കേൾക്കാൻ ഒരാൾ എന്നുള്ള നിലക്കാണ് പറയണത്. എന്നിട്ട് ലാസ്റ്റത്തെ പിന്നെ പറച്ചിലാണ് എനിക്കിഷ്ടം കേട്ടോ. റൈഹാന മാഫി മാലൂന്ന്. റൈഹാനക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നാണ്, പക്ഷെ നമ്മക്കൊരു അതിനൊരു മനസ്സിലായിട്ടില്ല എന്ന്. പാവാട്ടോ, ആൾ ഭയങ്കര പാവാണ്. എന്ത് സ്നേഹമാണെന്നറിയോ. എനിക്കിപ്പോൾ ഈ നമ്മളെ വലിയ പെരുന്നാളായിട്ട് ഇപ്പം തന്നെ ഡ്രസ്സ് അബായ എടുത്തു തന്നു, മാക്സി എടുത്തു തന്നു, എല്ലാതും എടുത്തു തരും കേട്ടോ. പിന്നെ പീടിയിൽ നിന്ന് ആൾക്കാർ സാധനങ്ങൾ കൊണ്ടുവന്ന് തരാൻ വരുമല്ലോ. അപ്പം എന്താട്ടും, അവർക്ക് എത്ര പൈസ കൊടുക്കണമെന്ന് വെച്ചാൽ ബാക്കി തന്നാൽ വാങ്ങൂല, അത് ഇങ്ങോട്ട് എടുക്കാൻ പറയും. അതുപോലെ ഗ്യാസിൻ്റെ ആൾ വന്നാൽ അങ്ങനത്തെ ഒക്കെ ഒരു ഇതുണ്ട് കേട്ടോ. ഞാൻ പറയും വേണ്ട പറഞ്ഞാലോ പറയും റൈഹാന വേണ്ടെന്ന്. ഞാൻ ഇങ്ങനെ വേണ്ടാന്ന് മലയാളത്തിൽ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. നോ മാമ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ ഞാനത് തിരിച്ചു കൊടുക്കുന്നത് സമ്മതിക്കൂല കേട്ടോ. അപ്പോൾ റൈഹാന പിന്നെ എടുക്കുക എന്ന് പറയും. അത് ഞങ്ങൾ രണ്ടാളും മാത്രമുള്ള ഭാഷ കേട്ടോ. അത് എങ്ങനെ നിങ്ങളെ മുന്നിൽ പറഞ്ഞുതരാൻ എനിക്കറിയില്ല.
അപ്പം അങ്ങനെയൊക്കെ ഒരു കഥയാണ് ഇവിടെ. നാളെ പച്ചപ്പാവാൻ നാളൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇത് വടി കുത്തിയിട്ടാണ് നടക്കുന്നത് കേട്ടോ. പാവാണ്, കാലൊക്കെ വളഞ്ഞിട്ട് അരച്ച് കമ്പിയിട്ടൊക്കെയാണ്. ഭയങ്കര സ്നേഹമാണ് അതിന്. നമ്മളൊരു ഉമ്മ ഇല്ല എന്നുള്ളൊരിത് നമുക്കറിയില്ല. കാരണം അങ്ങനെയും നമ്മളോട് സ്നേഹം. അതേപോലെ തിന്നിട്ടില്ലെങ്കിൽ ഇപ്പം എപ്പോഴും തീറ്റിച്ചലാണ്. തിന്ന് 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 പറഞ്ഞിട്ട് എപ്പം നോക്കിയാലും തീറ്റിച്ചണ പരിപാടിയാണ്. അങ്ങനത്തെ ഒരു ഉമ്മാനൊക്കെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം കേട്ടോ. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷപ്പെടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ബോറടിക്കണുണ്ടാവില്ലേ എൻ്റെ സംസാരം കേട്ടിട്ട്? അപ്പം ഇനി കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഞാൻ പിന്നെ പതുക്കെ ഓരോന്നോരോന്ന് പറയാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതിൽ കമൻറ്റ് നിങ്ങളിടും, അയ്യോ ഇനി വേണ്ട അതന്നെ മതി എന്ന് പറയരുതേ. ഓക്കെ, നമ്മളെ സന്തോഷം ഇതൊക്കെ അല്ലേ. നിങ്ങളോട് നമ്മളെ പിന്നെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പറയണേക്കും മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും, ടാറ്റാ, ബൈ.